الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും അവൻ്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. റമദാനെ മുഴുവൻ അതിൻ്റെ ചൈതന്യത്തോടുകൂടി സ്വീകരിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ എങ്ങനെയാണ് തഖ്വയുടെ പാഠശാലയാകുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിരുന്നത്. റമദാൻ തഖ്വയുടെ പാഠശാല മാത്രമല്ല, ക്ഷമയുടെ പരിശീലന കളരി കൂടിയാണ്, ക്ഷമയുടെ പാഠശാല കൂടിയാണ് റമദാൻ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൗമാര യൗവനങ്ങൾ ആക്രമണകാരികളാവുന്നതിൻ്റെ ഭീകരമായ ചിത്രങ്ങളും വാർത്തകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു SSLC വിദ്യാർത്ഥിയെ സഹപാഠികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വാർത്തയെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് ആത്മനിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം. നമ്മളും നമ്മുടെ മക്കളും നല്ലതുപോലെ പഠിക്കുകയും ആത്മനിയന്ത്രണം ജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്യേണ്ടത്. ആ ഒരർത്ഥത്തിൽ റമദാനെ ആത്മനിയന്ത്രണത്തിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ ഒരു പരിശീലന കളരിയായി സ്വീകരിക്കാൻ കൂടി നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നാം റമദാനെ വിശദീകരിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊലപാതകങ്ങൾ ഇന്നോ ഇന്നലെയോ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല. അത് മനുഷ്യന്റെ ചരിത്രത്തിൽ അതിപൗരാണിക കാലം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാ കൊലപാതകങ്ങളിലേക്കും എത്തിച്ച വല്ലാത്ത ഒരു
പ്രകോപനമെന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. മനുഷ്യനെ സ്വന്തം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ക്ഷമ കൈവിട്ടു പോയപ്പോഴാണ് ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകം തന്നെ ഉണ്ടായത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമയുടെ ഒരു മകൻ മറ്റേ മകനെ കൊല ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കൊലയുടെ കാരണമായി ഖുർആൻ എടുത്തു കാണിക്കുന്നത് ആത്മനിയന്ത്രണം, ക്ഷമ നഷ്ടപ്പെട്ടു പോയതാണ്, സഹനശേഷി നഷ്ടപ്പെട്ടു പോയതാണ് എന്നുകൂടി ഖുർആൻ പ്രത്യേകമായിട്ട് ഉണർത്തുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിക വചനം. ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമ നിങ്ങൾക്ക് കൈവിട്ടു പോവാൻ പാടില്ല. ക്ഷമ കൈവിട്ടു പോയാൽ ഇങ്ങനെയുള്ള രക്തച്ചൊരിച്ചിലുകൾ സമൂഹത്തിലുണ്ടാകും, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആത്മനിയന്ത്രണം പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ തയ്യാറുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് അല്ലാഹുവിന്റെ വചനങ്ങൾ? വിശുദ്ധ ഖുർആൻ പറയാണ്, വത്ലു അലൈഹിം നബഅ ബനൈ ആദമ ബിൽ ഹഖ് ഇദ ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. വത്ലു അലൈഹിം, പ്രവാചകരെ അവർക്ക് നിങ്ങൾ ഓതിക്കൊടുക്കണം, പാരായണം ചെയ്തു കൊടുക്കണം. നബഅ ബനൈ ആദം, ആദം അലൈഹിസ്സലാമയുടെ 2 മക്കളുടെ വർത്തമാനം അവർക്ക് നിങ്ങൾ പാരായണം ചെയ്തു കൊടുക്കണം. എന്താണ് ആ 2 മക്കൾ ചെയ്തത്? ഇദ ഖറബാ ഖുർബാനൻ, അവർ 2 പേരും ഒരു ഖുർബാൻ സമർപ്പിച്ചപ്പോൾ 2 പേരും ഓരോ ബലികൾ സമർപ്പിച്ചു എന്നുള്ളതാണ്. ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, ഒരാളിൽ നിന്ന് അല്ലാഹു തആല ബലി സ്വീകരിക്കുകയും മറ്റേയാളിൽ നിന്ന് അയാളുടെ ബലി സ്വീകരിക്കാതെ പോവുകയും ചെയ്തു. അയാളുടെ ബലിക്ക്, അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാതെ പോയി എന്നുള്ളതാണ്. എന്താണ് പിന്നീട് സംഭവിച്ചെന്ന് ഖുർആൻ പറയാൻ, ഈ ബലി സ്വീകരിച്ചയാളോട് ബലി സ്വീകരിക്കാത്തയാൾക്ക് വലിയ വിദ്വേഷമായി, വലിയ വെറുപ്പായി. അയാളുടെ മനസ്സിൽ നിന്ന് പകയിങ്ങനെ ഇളകിമറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അയാൾ പ്രകോപിതനായി ദേഷ്യം കൊണ്ട് എരിഞ്ഞു തുള്ളി. ഖാല ലഅഖ്തുലന്നക, അയാൾ പറഞ്ഞു ലഅഖ്തുലന്നക, നിശ്ചയം ഞാൻ നിന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യും. അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയോ? ഈ ഘട്ടത്തിൽ മറ്റേ സഹോദരൻ ആത്മസംയമനം പാലിച്ചുകൊണ്ട് പറയാൻ, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു തആല ബലി സ്വീകരിക്കുക തഖ്വയുള്ള ആളുകളിൽ എന്നാണ്. അതുകൊണ്ട് തഖ്വ കൈകൊള്ളുമ്പോൾ, സൂക്ഷ്മത കൈകൊള്ളുമ്പോൾ നിന്റെ ബലിയും അല്ലാഹു തആല സ്വീകരിച്ചേക്കും. തഖ്വയാണ് ബലി സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. മറ്റേയാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്ന് കളയുമെന്ന്. കൊലവിളി ഉയർത്തിയപ്പോഴും ക്ഷമിക്കുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയുമായിരുന്നു ആ സഹോദരൻ, മറുവശത്തുള്ള സഹോദരൻ. ഒരു സഹോദരൻ കൊലവിളി ഉയർത്തി, അപ്പോഴും മറ്റേ സഹോദരൻ ക്ഷമിക്കാൻ പറയാണ്, ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, ലയൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക, നീ എന്നെ കൊല്ലാൻ എന്റെ നേരെ നിന്റെ കൈകൾ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ നിന്റെ നേരെ എന്റെ കൈകൾ നീട്ടില്ല. കാരണം ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, നിശ്ചയം ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. എന്റെ നേരെ എന്നെ കൊല്ലാൻ നീ നിന്റെ കൈകൾ നീട്ടിയാലും നിന്റെ നേരെ ഞാൻ നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ നീട്ടില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിസ്മി വ ഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ, നിശ്ചയം ഞാൻ ആശങ്കിക്കുന്ന കാര്യം, ഞാൻ വിചാരിക്കുന്നത് നീ എന്റെ കുറ്റം കൊണ്ടും നിന്റെ കുറ്റം കൊണ്ടും മടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ നീ നരകാവകാശികളിൽ അകപ്പെടും. വദാലിക ജസാഉൽ ളാലിമീൻ, ആ നരകമാണ് അക്രമികളുടെ പ്രതിഫലം, ശിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ഈ സഹോദരനെ കൊന്നു. ഫത്തവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹ, ആ മനുഷ്യന്റെ ദേഹേച്ഛ തന്റെ സഹോദരനെ കൊല്ലാൻ അയാളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അയാളുടെ പ്രകോപനം, അയാളുടെ ദേഷ്യം
തന്റെ സഹോദരനെ കൊല്ലാൻ അയാളെ പ്രേരിപ്പിക്കുകയും ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അയാൾ നഷ്ടകാരികളിൽ ഉൾപ്പെടുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചരിത്രത്തിൽ നടന്ന ഒന്നാമത്തെ കൊലപാതകം അസൂയ കൊണ്ട്, പക കൊണ്ട്, വിദ്വേഷം കൊണ്ട്, ദേഷ്യം മൂത്ത് പ്രകോപിതനായി മനുഷ്യൻ ചെയ്തതായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കുഴപ്പം സൃഷ്ടിക്കുക, രക്തം ചിന്തുക എന്നിവ അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകളാണ്. അത് സംഭവിക്കാതിരിക്കാൻ അടിമ ജാഗ്രതയുള്ളവനാവണം. അതും ഖുർആന്റെ സന്ദേശമാണ്. വൈദ ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നീ ഓർക്കണം. നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അല്ലാഹു പറയാൻ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് അള്ളാഹു എന്ത് ദൗത്യമാണോ അവനെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ദൗത്യം നിറവേറ്റേണ്ടുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രതിനിധി വീഴ്ച വരുത്തി പോകുമോ എന്ന ആശങ്കയാണ് മലക്കുകൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പറയുന്നത്. ഖാല അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്നവരെയാണോ നീ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഞങ്ങൾ പടച്ചവനെ നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ വിശുദ്ധപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ അല്ലാഹു പറയാണ്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിശ്ചയം നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രതിനിധിയിൽ നിന്ന് രക്തം ചിന്തുക, അതുപോലെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പ്രകോപിതനാവുമ്പോഴാണ്, അവനിൽ നിന്ന് ക്ഷമ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ആ വ്യതിയാനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, മനുഷ്യനിൽ നിന്ന് ക്ഷമ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള പരിശീലനം കൂടിയാണ് റമദാൻ. അതാണ് റമദാനുമായിട്ട് നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്. വസ്വയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആത്മസംയമനം കൈകൊള്ളട്ടെ എന്നാണ്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു, വാക്കുകൊണ്ട് ഉപദ്രവിച്ചു, കൈകൊണ്ട് ഉപദ്രവിച്ചു. നോമ്പുകാരന്റെ ഏറ്റവും ഉചിതമായ മാർഗമെന്ന് പറയുന്നത് നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംയമനം കൈകൊള്ളുക എന്നുള്ളതാണ്. അതാണ് നോമ്പ് പരിശീലിപ്പിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത്. വഹുവ ശഹ്റു സ്വബ്ർ, അത് ക്ഷമയുടെ മാസമാണ്. റമളാൻ ക്ഷമയുടെ മാസമാണ്. വസ്വബ്റു ജസാഉഹു ഇല്ലൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. സഹോദരങ്ങളെ, നല്ല മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ക്ഷമ പരിശീലിക്കണം. നമ്മുടെ മക്കൾക്ക് നാം ക്ഷമ പരിശീലിപ്പിക്കണം. ക്ഷമ പരിശീലിപ്പിക്കാത്തതിന്റെ ദുരിതം ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹപാഠികൾ ക്ഷമ കൈവിട്ടു പോയത് കൊണ്ടാണ് ഷഹബാസ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത്. SSLC പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് ആ പരീക്ഷ എഴുതാൻ ആ കൗമാരപ്രായക്കാരന് സാധ്യമാവാതെ പോയത്. കാരണം സഹപാഠികളുടെ കൂട്ടുകാരുടെ ആ കുട്ടിയോടുള്ള അതിക്രമമായിരുന്നു, ആ കൗമാരത്തോടുള്ള അതിക്രമമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യന്റെ ഗുണങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഗുണം നമ്മളേവരും നമ്മിലും അതുപോലെ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന ഗുണം അത് തന്നെയാണ് ക്ഷമയെന്ന് പറയുന്നത്. ആകസ്മികമായ കൊലപാതകങ്ങൾ ഒന്നല്ല നാട്ടിൽ പലതായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യന് ആത്മനിയന്ത്രണ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മനിയന്ത്രണ ശേഷി നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ സ്വയം ഭ്രാന്തനായി മാറുന്നു. ഈ ആഴ്ച നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കൊലപാതകത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കൊലപാതകത്തെ സംബന്ധിച്ചായിരുന്നു. എല്ലാറ്റിൻ്റെയും കാതലായ പ്രശ്നം, പല കാര്യങ്ങളും ഉണ്ടാവാം, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം അതിൽ അടങ്ങിയിട്ടില്ലേ എന്ന് നമ്മൾ സഗൗരവം ചിന്തിക്കേണ്ടുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നോമ്പ് വിശ്വാസിയിൽ ക്ഷമ എന്ന് പറയുന്ന ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആരാധനാകർമ്മമായി തന്നെ മാറണം. ആ അർത്ഥത്തിൽ നോമ്പിനെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ നോമ്പെടുക്കുമ്പോൾ അവിടെ ക്ഷമയാണ്.
പട്ടിണി കിടന്നുകൊണ്ട് ക്ഷമിക്കുകയാണ്. വെള്ളം മുമ്പിലുണ്ട്, ഭക്ഷണം മുമ്പിലുണ്ട്, ഭക്ഷണം വീട്ടിലുണ്ട്, വെള്ളവും വീട്ടിലുണ്ട്, ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ആ ഭക്ഷണം കഴിക്കാതെ ക്ഷമിക്കുകയാണ്. വികാരേച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണ്. എല്ലാ മേഖലയിലും വല്ലാത്തൊരു ആത്മപരിശീലനം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നോമ്പിന്റെ സമയം കഴിഞ്ഞാലോ അവിടെയും ക്ഷമയാണ്. നമസ്കാരത്തിലൂടെ ക്ഷമ, രാത്രി നമസ്കാരത്തിലൂടെ ദീർഘനേരം നിന്നുകൊണ്ട് അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ്. അതും ഒരു ക്ഷമയാണ്. അള്ളാഹുവെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള ക്ഷമ. അങ്ങനെ നോക്കുമ്പോൾ നോമ്പ് പൂർണ്ണാർത്ഥത്തിൽ തന്നെ ക്ഷമയുടെ വല്ലാത്ത ഒരു പരിശീലനമാണത്, തഖ്വയുടെ പരിശീലനമാണ് എന്നതുപോലെ ഇന്ന് ക്ഷമയില്ലാത്തത് കൊണ്ട് അരുതാത്തത് പലതും സംഭവിക്കുന്നു. പറഞ്ഞതുപോലെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, അടിപിടികൾ സമൂഹത്തിൽ വ്യാപകമാവുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്ക്, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ തമ്മിൽ വഴക്ക്. അതിൻ്റെയൊക്കെ അടിസ്ഥാന ഹേതുകം അതല്ലെങ്കിൽ കാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ദേഷ്യം വന്നപ്പോൾ ഓരോന്ന് പറഞ്ഞു, ആ പറഞ്ഞത് മറുവശത്തുള്ളയാളുടെ മനസ്സിലങ്ങ് പതിഞ്ഞുപോയി. അതുകൊണ്ടത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടുപേരും എങ്ങനെയാണ് ഇണങ്ങുക എന്നുള്ള വല്ലാത്തൊരു ചിന്ത. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. 3 ദിവസത്തിനപ്പുറം പിണക്കം മുന്നോട്ട് പോവാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷമയെ ഈ അർത്ഥത്തിൽ പരിശീലിപ്പിക്കുന്നത് റമളാനിലൂടെ, ഇസ്ലാമിൻ്റെ ധാരാളം ആരാധനാക്രമങ്ങളിലൂടെ. ക്ഷമയിലെ ഒന്നാമത്തെ ഇനം ദേഷ്യം വരുമ്പോഴുള്ള ആത്മനിയന്ത്രണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇനം അത് തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാണ്, ഔസിനി, പ്രവാചകരെ നിങ്ങൾ എന്നെ ഉപദേശിച്ചാലോ, എന്നെ ഉപദേശിച്ചാലും എന്നൊരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകാം. പല ഉപദേശങ്ങളും ആളുകൾക്ക് റസൂലുള്ള നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഗളബ്, മനുഷ്യ നീ പ്രകോപിതനാവരുത്, നീ ദേഷ്യം പിടിക്കരുത്. ഫറദ്ദദ മിറാറൻ, ഒരു തവണയല്ല ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു. രണ്ടാമത് ചോദിച്ചപ്പോഴും ലാ തഗളബ്, മൂന്നാമത് ചോദിച്ചപ്പോഴും ലാ തഗളബ്, നീ ദേഷ്യപ്പെടരുത് എന്ന് ആവർത്തിച്ച് പറയാൻ. പിന്നീട് ഈ സ്വഹാബി പറയാൻ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, റസൂലുള്ള എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ലാ തഗളബ് ലാ തഗളബ് ലാ തഗളബ് എന്നിങ്ങനെ പറഞ്ഞത്? ഫഇദൽ ഗളബു യജ്മഉ ശർറ കുല്ലഹ്, ഒരു കാരണമാണ് അതിനുള്ളത്. കാരണം ഗളബ്, ദേഷ്യം, ഈർഷ്യ എന്ന് പറയുന്നത് എല്ലാ തിന്മകളെയും ഒരുമിച്ച് കൂട്ടുന്ന ദുസ്വഭാവമാണ്. ധാരാളം തിന്മകളെ ഒരുമിച്ച് കൂട്ടുന്ന ദുസ്വഭാവമാണ്. ലഹരിയെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, ഒരാളെ ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നതും ചെയ്യുന്നതും എന്തൊക്കെയാണെന്ന് പറയുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ദേഷ്യം പിടിച്ച മനുഷ്യനും. ഒരു നിശ്ചിത സമയത്തേക്കെങ്കിലും അയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പറയുക സാധ്യമല്ല. പിന്നെ അയാൾക്ക് തന്നെ തോന്നും അത്രയൊന്നും വേണ്ടി ഇരുന്നില്ല എന്ന്. അതാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. ചില ഘട്ടങ്ങളിൽ മനുഷ്യരാണ് ദേഷ്യം വരും. കാരണം മനുഷ്യന്റെ ഒരുപാട് മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഒരു വിശ്വാസിയിൽ ആ കോപം ഒരു പകയായി വളരുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ കോപം കൂടുതൽ നേരം നിലനിൽക്കുകയില്ല എന്നുള്ളതുമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസിയിൽ ആ കോപം ഒരു പകയായിട്ട് വളരുകയില്ല. രണ്ടാമത്തേത്, ആ കോപം ദീർഘനേരം ഒരുപാട് നേരം നിലനിൽക്കുകയുമില്ല. വിശ്വാസി ദേഷ്യപ്പെടുമ്പോൾ പ്രവാചകൻ പോലും ചില ഘട്ടങ്ങളിൽ ദീനീയായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദീനീയായ കാര്യങ്ങളിൽ ആളുകൾ വീഴ്ച വരുത്തുമ്പോൾ, അതല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങൾ, പൈശാചികമായ സ്വഭാവങ്ങളൊക്കെ ആളുകളിൽ പ്രകടമാവുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ ദേഷ്യപ്പെട്ടാൽ ഈർഷ്യ, ആ ദേഷ്യം എന്നെന്നും മനസ്സിൽ നിലനിൽക്കുകയില്ല, അതങ്ങ് മാഞ്ഞു പോവും. അതൊരു വിശ്വാസിയുടെ ഗുണമാണ്. എന്നാൽ അകാരണമായും അസ്ഥാനത്തും കോപിക്കുന്നവരാണ് മനുഷ്യരിൽ അധിക പേരും.
അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് ജനങ്ങളിലെ 60% ആളുകളും കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നവരാണ്. 66% കൗമാരക്കാരും അമിത ദേഷ്യവും വാശിയുമുണ്ടെന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പറയുന്നു. സഹോദരങ്ങളെ, ഈ ദേഷ്യം അത് നിയന്ത്രിക്കപ്പെടണം. ആത്മനിയന്ത്രണം അത് പരിശീലിക്കണം. അതല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും സമൂഹത്തിൽ. വായിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാളെ കയറിട്ട് കെട്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. കയറിട്ട് കെട്ടിക്കൊണ്ടൊരു മനുഷ്യനെങ്ങനെ കൊണ്ടുവരികയാണ്. ശേഷം പറഞ്ഞു, പ്രവാചകരെ, ഇവനെന്റെ സഹോദരനെ വകവരുത്തിയിരിക്കുന്നു. ഞാൻ ഈ രൂപത്തിൽ ഈ മനുഷ്യനെ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കാരണം എന്റെ സഹോദരനെ ഇയാളെ കൊന്നിരിക്കുന്നു, വകവരുത്തിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഇവന്റെ സഹോദരനെ കൊന്നിട്ടുണ്ടോ? ഇവന്റെ സഹോദരനെ നീ കൊന്നിട്ടുണ്ടോ? അയാൾ സമ്മതിച്ചു, ശരിയാണ്, ഞാൻ കൊന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നീ അയാളെ കൊന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ദുർഗുണമാണ് കൊലപാതകം. എന്തിനാണ് നീ അത് ചെയ്തത്? അയാൾ പറഞ്ഞു, ഞാനും അവനും ഒരു മരത്തിൽ നിന്ന് ഇലകൾ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപ്പോൾ അവൻ എന്നെ ശകാരിക്കുകയും എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഉടനെ ഞാൻ കോടാലി കൊണ്ട് അവന്റെ മൂർധാവിനടിച്ചു. അവനെ കൊല്ലണമെന്ന് വിചാരിച്ച് അടിച്ചതല്ല, പക്ഷെ അവൻ മരിച്ചു വീണു. ദേഷ്യമാണ് പലപ്പോഴും ഈ അർത്ഥത്തിൽ അപകടങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് എന്നറിയാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ച സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ് മേൽ പറഞ്ഞത്. കോപം വലിയ വിനയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അധികം ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് ദേഷ്യം മൂലമാണ്. അധികം ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ ദേഷ്യം കാരണമാണ്. ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ഓരോ പ്രാവശ്യം നീ ദേഷ്യപ്പെടുമ്പോഴും ഓരോ ചാട്ടം ചാടുകയാണ്. അവസാനത്തെ നിന്റെ ചാട്ടം നരകത്തിലേക്കാണ്. ദേഷ്യം വരുമ്പോൾ ഓരോ ചാട്ടം ഇങ്ങനെ നീ ചാടുന്നുണ്ട്. നിന്റെ ചാട്ടം അത് ചാടി ചാടി പോകുന്നത് നരകത്തിലേക്കാണ്. ഹസൻ ബസ്രി റഹിമഹുല്ല പറയാം. സഹോദരങ്ങളെ, ഒരു ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്പം ദേഷ്യം വന്നപ്പോ, കോപിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്ത് പറ്റി ആയിഷ? നിന്റെ അടുത്തേക്ക് പിശാച് വന്നോ? സഹോദരങ്ങളെ, അത് പിശാച് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പിശാചിന്റെ ദുർബോധനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഒരു ദുർഗുണമാണ് ദേഷ്യം. മനുഷ്യ സഹജമാണ് നമ്മൾ പറയും. മനുഷ്യർക്ക് എല്ലാവർക്കുമുണ്ട് ഏറിയോ കുറഞ്ഞോ ദേഷ്യം എന്ന് പറയുന്ന വികാരം. പക്ഷേ അത് നിയന്ത്രിക്കാനും അതിലൂടെ അരുതായ്മകളിലേക്ക് പോകാതിരിക്കാനും സാധിക്കുന്നവനാണ് സത്യവിശ്വാസി. സത്യവിശ്വാസി അയാൾ ദേഷ്യപ്പെടുമ്പോൾ അയാളത് നിയന്ത്രിക്കും. എന്ന് മാത്രമല്ല, അതിലൂടെ അരുതായ്മകളിലേക്ക് അയാൾ പോവില്ല എന്നുള്ളതാണ്. അതാണ് സത്യവിശ്വാസിയുടെ പ്രത്യേകതയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഗളബ യുഫ്സിദുൽ ഈമാന കമാ യുഫ്സിദു സബ്റുൽ അസല. നിശ്ചയം ദേഷ്യം അത് ഈമാനെ നശിപ്പിക്കും. ദേഷ്യം ഈമാനെ, സത്യവിശ്വാസത്തെ നശിപ്പിക്കും. കയ്പ് നീര് എപ്രകാരമാണോ തേനിനെ നശിപ്പിക്കുന്നത്, അപ്രകാരം ദേഷ്യം ഈമാനിനെ നശിപ്പിക്കും, സത്യവിശ്വാസത്തെ നശിപ്പിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന ദുശീലമാണ്, ദുസ്വഭാവമാണ് ദേഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയണം. നമ്മുടെ ആരോഗ്യത്തെയും അത് നശിപ്പിക്കുന്നുണ്ട് എന്നാണ് ആധുനികമായ പഠനങ്ങളിൽ പറയുന്നത്. അഡ്രിനാലിൻ പോലെ നിരവധി അടിയന്തര ഹോർമോണുകളും ദ്രാവകങ്ങളും ദേഷ്യം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, വിഷാദം തുടങ്ങിയ ധാരാളം രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ള പഠനം ആധുനികമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ കഴിയുക ആരോഗ്യരംഗത്തും വൈദ്യശാസ്ത്ര മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ഏതായാലും സഹോദരങ്ങളെ, ദേഷ്യം നിയന്ത്രിക്കണം. അതിനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ദേഷ്യം വരുമ്പോ അള്ളാഹുവോട് പിശാചിൽ നിന്ന് അഭയം തേടുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതാണ് ദേഷ്യം വരുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ. സഹോദരങ്ങളെ, അതുകൊണ്ടും ദേഷ്യം ക്ഷമിക്കുന്നില്ലെങ്കിൽ വുളു എടുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗളബ മിനശ് ശൈത്വാനി, നിശ്ചയം ദേഷ്യം പിശാചിൽ നിന്നുള്ളതാണ്. വഇന്നശ് ശൈത്വാന ഖുലിഖ മിനൻ നാർ, പിശാച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഗ്നിയിൽ നിന്നാണ്. വഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാ,
അഗ്നി കെട്ടുപോവുക. വെള്ളം തെളിക്കുമ്പോഴാണ്, വെള്ളം അതിൽ ഒഴിക്കുമ്പോഴാണ് അഗ്നി കെട്ടുപോവുക. അതുകൊണ്ട് ഫൈദാ ഗളിബ അഹദുക്കും ഫല്യതവദ്ദ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ അയാൾ ചെയ്യേണ്ടത് വുളു എടുക്കുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവോടെ പിശാചിൽ നിന്ന് അഭയം തേടി അതിനുശേഷവും ദേഷ്യം മനസ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ പിന്നീട് വുളു എടുക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ള. സഹോദരങ്ങളെ, ദേഷ്യം വരുമ്പോൾ മാത്രമല്ല, വിവിധ പ്രതിസന്ധികളിൽ വിശ്വാസി അകപ്പെടുമ്പോഴും അവന് ക്ഷമ ആവശ്യമാണ്. ക്ഷമയുടെ പരിശീലനം എന്ന നിലയ്ക്ക് നോമ്പിനെ വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്ഷമ എപ്പോഴും വിശ്വാസിക്ക് ആവശ്യമാണ്. എല്ലാ രംഗത്തും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോവാൻ വിശ്വാസിക്ക് സാധ്യമാവണമെങ്കിൽ ക്ഷമ വേണം എന്നുള്ളതാണ്. അതിനെല്ലാമുള്ള പരിശീലനമാണ് റമദാൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിശ്വാസികൾക്ക് വരും. ഭയം, വിശപ്പ്, സമ്പത്ത് കുറഞ്ഞു പോവുക, ആളുകൾ മരിച്ചു പോവുക, കായ്ക്കനികൾ കുറഞ്ഞു പോവുക. ഈ ഘട്ടങ്ങളിലെല്ലാം ക്ഷമിക്കണം. എന്തെങ്കിലും ദുരിതം വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികൾ. ദേഷ്യം വരുമ്പോൾ മാത്രമല്ല, സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം ബാധിക്കുമ്പോൾ, വേണ്ടപ്പെട്ട ആളുകൾക്ക് മരണം ബാധിക്കുമ്പോൾ, അപകട വിവരങ്ങൾ അറിയുമ്പോൾ, എല്ലാ ഘട്ടങ്ങളിലും ക്ഷമിക്കുകയാണ് സത്യവിശ്വാസി. അപ്പോഴേ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുവാൻ, പ്രതിസന്ധികളിൽ പതറാതെ മുന്നേറാൻ സത്യവിശ്വാസിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ക്ഷമിക്കുക, ക്ഷമയാണ് എപ്പോഴും സത്യവിശ്വാസിയിൽ എപ്പോഴും സദാ തഖ്വയെപ്പോലെ തന്നെ നിലനിൽക്കേണ്ടുന്ന വികാരം, അതല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ വിശേഷിച്ചും ഇന്നത്തെ ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളിൽ ഇസ്ലാമിക ഉമ്മത്ത് വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക ഉമ്മത്ത് വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യമാർഗത്തിൽ പതറാതെ മുന്നേറാൻ സാധിക്കണമെങ്കിൽ നിയന്ത്രണ ശേഷി വേണം. നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, ദേശീയ സാഹചര്യത്തിൽ വഖഫ് നിയമ ഭേദഗതിയും അതേപോലെ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ശക്തമായ മുറവിളികളുമെല്ലാം ഫാസിസം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആടിയുലയാതെയും ആത്മസംയമനത്തോടുകൂടെയും മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവണമെങ്കിൽ ആവശ്യമുള്ള ഗുണം എന്ന് പറയുന്നത് സ്വബറാണ്. അതല്ലെങ്കിൽ വ്യതിചലിച്ചു പോകും. ചിലർ അക്ഷമരായി പോവും. അക്ഷമരായി സ്വയം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക, അതിനാണ് റമദാൻ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യം നിലനിർത്തുന്ന ആരാധന, അതാണ് റമദാൻ. നമ്മുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എല്ലാമുണ്ട്, വികാരേച്ഛകൾ നിയന്ത്രിക്കാനുള്ള വഴികളുണ്ട്. പക്ഷേ ഒരു സത്യവിശ്വാസി അത് ചെയ്യുന്നില്ല. ആരും കാണാത്ത അവസ്ഥയിലും ചെയ്യുന്നില്ല. കാരണം ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നു എന്നുള്ള ബോധ്യം, അല്ലാഹു അറിയുന്നു എന്നുള്ള ബോധ്യം. സഹോദരങ്ങളെ, ആ അല്ലാഹു എല്ലാ പ്രതിസന്ധിയിലും നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കുടുംബത്തോടൊപ്പമുണ്ട്, ഈ ഉമ്മത്തിനോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യമാണ് റമദാൻ നമുക്കുണ്ടാക്കി തരുന്ന. അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യം. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം. മഹാനായ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം, അദ്ദേഹം ഫലസ്തീനിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഫിറഔനിന്റെ കിങ്കരന്മാരെ സൈന്യമാണ്. മുന്നിൽ ചെങ്കടൽ പാരാവാരം പരന്നു കിടക്കുകയാണ്.
മൂസാ അലൈഹിസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, തട്ടകസിച്ചുകൊണ്ട് അവരെ പറയുന്നുണ്ട്, യാ മൂസ എന്നാല മുദ്രിക്കൂൻ, മൂസ നമ്മളെ പിടികൂടപ്പെട്ടത് തന്നെ, നമ്മുടെ പിന്നിലാരാണെന്ന് കാണുന്നില്ലേ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളുമില്ല. സഹോദരങ്ങളെ, ഈ ഘട്ടത്തിൽ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, നിശ്ചയം എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് എനിക്കൊരു വഴി കാണിച്ചു തരും, ആ രക്ഷിതാവ് എനിക്കൊരു വഴി കാണിച്ചു തരും. എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ വെളിച്ചം, അവന്റെ വഴി സത്യവിശ്വാസിയുടെ മുമ്പിൽ തുറന്നു കിട്ടുമുള്ള എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് റമദാൻ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, നിശ്ചയം എല്ലാ ഞെരുക്കത്തോടൊപ്പവും ഒരു എളുപ്പം വരാനുണ്ട്, എല്ലാ ഞെരുക്കത്തോടൊപ്പവും ഒരു എളുപ്പം വരാനുണ്ട്. എപ്പോഴും ഞെരുക്കത്തിന്റെ കാലമായിരിക്കും എന്നാരും വിചാരിക്കണ്ട, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വരും. അതുകൊണ്ട് പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നുള്ളതാണ് സബർ എന്ന് പറയുന്ന സഹോദരങ്ങളെ. വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ് ഫലസ്തീൻ ജനത എന്ന് പറയുന്നത്. ആ ജനതയല്ല ഈ കാലഘട്ടത്തിലെ ഉമ്മത്തിനെന്ന് മാത്രമല്ല മർദ്ദിത സമൂഹത്തിനുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. 80% കെട്ടിടങ്ങൾ അവിടെ തകർക്കപ്പെട്ടു ഗസയിൽ. അതുപോലെ തന്നെ ജനസംഖ്യയുടെ 2.5% പരം വരുന്ന ആളുകൾ രക്തസാക്ഷികളായി. മസ്ജിദുകളും റോഡുകളുമെല്ലാം ധാരാളം തകർക്കപ്പെട്ടു. ജനവാസ കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് അവർ ഗസയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. വൈദ്യുതി പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, കഴിക്കാൻ വേണ്ടത്ര ആഹാരമില്ല. എന്നിട്ടും റമദാനെ ഹൃദയം തുറന്നുകൊണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ തകർന്നു പോയ മസ്ജിദുകൾക്കിടയിലും നിന്നുകൊണ്ട് അവർ നമ്മെക്കാൾ ചൈതന്യത്തോടുകൂടി തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കഴിക്കാൻ വേണ്ടത്ര ആഹാരമില്ല, പക്ഷേ അപ്പോഴും ഉള്ള ആഹാരം കഴിച്ച് അവർ റമദാനെ സ്വീകരിച്ചു. നോമ്പെടുത്ത് ഉപവാസത്തിലൂടെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടവരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതാണ് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ നമുക്ക് ഉണ്ടാക്കി തരുന്ന സബർ. എല്ലാ ഭൗതികമായ പ്രതീക്ഷകളും മറ്റുപോകുമ്പോഴും അള്ളാഹു കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകാനാണ് റമദാൻ. ലോകത്ത് നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. അമേരിക്കയിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വലിയൊരു മുക്കൂട്ട് മുന്നണി രൂപപ്പെടുകയാണ്. ആ മുക്കൂട്ട് മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫാസിസവും അതുപോലെ തന്നെ ഇസ്രയേൽ സൈനിസവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ലോകത്ത് രൂപപ്പെടുന്ന ഒരു സഖ്യകക്ഷിയുണ്ട്. അതാണ് ഇസ്ലാം വിരുദ്ധ സഖ്യകക്ഷി എന്ന് പറയുന്നത്. ഇങ്ങനൊരു സഖ്യകക്ഷി രൂപപ്പെടുമ്പോ ചരിത്രത്തിൽ ഇസ്ലാമിക ഉമ്മത്തിനെയും മദീനയെയും ആക്രമിക്കാൻ വേണ്ടി അഹ്സാബ് രൂപപ്പെട്ട പശ്ചാത്തലം പറയുന്നുണ്ട് സൂറ അൽ അഹ്സാബിൽ. പക്ഷേ ആ ഘട്ടത്തിൽ അവർ തളർന്നു പോയില്ല എന്നുള്ളതാണ്. അവരുടെ ഈമാൻ വർദ്ധിക്കുകയായിരുന്നു. അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് സഹോദരങ്ങളെ ഈമാൻ. അള്ളാഹുവിന്റെ പ്രതീക്ഷയാണ് റമദാൻ നൽകുന്നത്. ആ അർത്ഥത്തിൽ റമദാനെ പ്രതീക്ഷയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നാം റമദാനെ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് മാറുന്നുള്ളൂ. അത് മൂസാ പ്രവാചകന്റെ ചരിത്രത്തിൽ മാത്രമല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമ്മോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. നമുക്കറിയാം, സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനും മേൽപോട്ട് നോക്കുമ്പോ ശത്രുക്കളുടെ കാലടിപ്പാതകളാണ് കാണുന്നത്. അബൂബക്കർ പ്രവാചകന്റെ ജീവന്റെ സുരക്ഷയോർത്തുകൊണ്ട് ആശങ്കിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, നമ്മൾ പിടികൂടപ്പെടുമോ? ആശങ്ക പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഹ്സൻ, അബൂബക്കറെ നീ ദുഃഖിക്കണ്ട, അബൂബക്കറെ നീ പ്രയാസപ്പെടണ്ട. നമ്മൾ രണ്ടുപേര് മാത്രമല്ല ഈ ഗുഹയിലുള്ളത്, മൂന്നാമനായി പടച്ചതമ്പുരാനുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിക ഉമ്മത്തിനുണ്ടാവേണ്ടുന്ന ബോധ്യം അതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടുന്ന ബോധ്യം അതാണ്. ഇസ്ലാമിക കൂട്ടായ്മകൾക്കുണ്ടാവേണ്ടുന്ന ബോധ്യം അതാണ്. മർദ്ദിത സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പോരാടുന്ന വിമോചന പ്രസ്ഥാനങ്ങൾക്കുണ്ടാവേണ്ടുന്ന ബോധ്യം അതാണ്. ആര്
ആരൊക്കെ ഏതൊക്കെ രീതിയിൽ തളച്ചിടാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് നിരവധി പ്രതിസന്ധികൾ ഇന്ത്യയിലടക്കം അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, അത് വിവിധ രൂപങ്ങളിലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുകൾക്കടിയിലെ ഖനനമായി, വഖഫ് ഭേദഗതിയായി, അതേപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള UCC ആയി. അതേപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചതുപോലെ ഒരു സംസ്ഥാനത്ത്, രാജസ്ഥാനിലാണെന്ന് കേൾക്കുന്നു, അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലും റെയ്ഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ചവിട്ടിക്കൊല്ലുന്ന ദാരുണമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോ സഹോദരങ്ങളെ, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ ഒരുക്കമാനങ്ങളും സന്നാഹങ്ങളും ഐക്യവുമെല്ലാം ഇസ്ലാമിക ഉമ്മത്ത്, സന്നാഹം എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരവും സമാധാനപരവുമായ പ്രതിഷേധങ്ങളാണ്. അത് മാത്രമാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അക്ഷമരാവുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും തന്നെ വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല, ഉണ്ടാവാനും പാടില്ല. ഏതായാലും അത്തരം വിയോജിപ്പുകൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക ഉമ്മത്ത് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോവരുത്. അതോടൊപ്പം തന്നെ ആ നാഥനിൽ, പടച്ചവനിൽ പ്രതീക്ഷയർപ്പിക്കുക. അള്ളാഹുവിന്റെ സഹായത്തിൽ നമ്മൾ ഒറ്റക്കല്ല. പടച്ചതമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. പടച്ചതമ്പുരാൻ മർദ്ദിത സമൂഹത്തിന്റെ കൂടെയുണ്ട്. പടച്ചതമ്പുരാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ കൂടെയുണ്ട്. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഹഖ്ബൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ബാധ്യതയായിട്ട് അള്ളാഹു പറയാൻ. അള്ളാഹുവിൽ പ്രതീക്ഷ നൽകുന്നതാണ് റമളാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ഈമാനെയും തഖ്വയെയും ദൃഢീകരിക്കുവാൻ, നമ്മുടെ സ്വബറിന് കൂടുതൽ അർത്ഥവും ആശയവും നൽകുവാൻ സഹോദരങ്ങളെ റമളാൻ നമ്മളെ പ്രയോജനപ്പെടുത്തണം. നോമ്പിലൂടെയും രാത്രി നമസ്കാരങ്ങളിലൂടെയും ഖുർആൻ പാരായണങ്ങളിലൂടെയും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ
കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ നോമ്പുകഞ്ഞിയുടെ കാര്യമാണ്. ഒരു ദിവസത്തെ ഒരു വിഹിതമായിട്ട്, ഒരു ദിവസത്തെ അല്ല, ഒരാളുടെ വിഹിതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 12,000 രൂപയാണ് ഒരു വിഹിതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുന്ന ആളുകളെല്ലാവരും നമ്മുടെ ഈ നോമ്പുതുറ സംവിധാനവുമായിട്ട് സഹകരിക്കണം. അതുപോലെ തന്നെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, അതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിലേക്കും പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് ഒരു ഫിത്ർ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 120 രൂപയാണ് ഒരു ഫിത്റായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഫിത്ർ സക്കാത്ത് നൽകുന്ന ആളുകൾ ഈ സംഖ്യ പ്രത്യേകമായിട്ട് ഓർത്തു വെച്ചുകൊണ്ട് സമയമാവുമ്പോൾ ഫിത്ർ സക്കാത്ത് നൽകാനും മുന്നോട്ട് വരേണ്ടതുണ്ട്. നാഥൻ നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും, അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ മസ്ജിദിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം ഉണർത്തിയിരുന്നു. ആ വിഷയവും ആളുകളുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് വൈകാതെ തന്നെ, വിശുദ്ധ റമദാനിൽ തന്നെ നമ്മുടെ മസ്ജിദ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനകൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഏൽപ്പിക്കണം. ജഗന്നിയന്താവായ നാഥൻ നമ്മൾ ഓരോ സംഭാവനകളും അതുപോലെ തന്നെ നാം നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളുമെല്ലാം എന്തെല്ലാം നിയ്യത്തുകൾ വെച്ചുകൊണ്ടാണോ നമ്മൾ നിർവഹിക്കുന്നത്, ആ നിയ്യാത്തുകളെ അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ, സഫലീകരിച്ച് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹറക്കാത്ത്, സക്കനാത്തുകൾ അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ, അതുപോലെ തന്നെ നമ്മുടെയും മരിച്ചുപോയാൽ അല്ലാഹു ബർസഖ് ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ, ഭാര്യ സന്താനങ്ങളോടൊപ്പം, കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ ജനതയെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഗസയിലെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അല്ലാഹുവേ, രോഗികളെ, പ്രായമായവരെ അല്ലാഹുവേ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവേ അവർക്ക് അന്നവും അപ്പവും അഭയവും വെളിച്ചവും നൽകി പടച്ചതമ്പുരാനെ എല്ലാ അർത്ഥത്തിലും അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. റമളാനും ഖുർആനും എല്ലാം, നോമ്പുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചതമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ തഖബ്ബൽ മിന്നാ ദുആഅനാ, പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം റബ്ബ്. അല്ലാഹ്, ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹുവേ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹ്, പടച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ നീ മാറ്റണമേ റബ്ബേ. തഖ്വയും ഈമാനുമുള്ളവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ മാറ്റണമേ തമ്പുരാനെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെയും പടച്ചവനെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാ പടച്ചവരെ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ അല്ലാഹുവേ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ്, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പുറത്ത് പറഞ്ഞതും അല്ലാഹുവേ ഞങ്ങൾ ആരോടും പങ്കുവെക്കാത്തതുമായിട്ടുള്ള സതുദ്ദേശങ്ങൾ എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹ് അത് സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അത് പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അത് സാക്ഷാത്കരിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസഹാബിയത്തി കുല്ലഹിം അജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.